പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. അദ്ദേഹം വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ ഇതാ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. 1-ാം നമ്പർ വിവാഹ മണ്ഡപത്തിൽ അദ്ദേഹം എത്തി. അദ്ദേഹം സുരേഷ് ഗോപിയോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ, കൈ ഉയർത്തി അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. തൊഴുകൈയോടുകൂടി നിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങൾ. അദ്ദേഹം വിവാഹ ചടങ്ങിൽ 5 മിനിറ്റോളം പങ്കെടുത്ത ശേഷം അദ്ദേഹം തിരികെ ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങുകയുണ്ടായി. 10-15 മിനിറ്റിനുള്ളിൽ അദ്ദേഹം വലപ്പാട് ഹെലിപ്പാഡിൽ നിന്ന് അതിനു മുൻപ് അദ്ദേഹം തൃപ്പയാർ ദർശനത്തിനേക്കായി പുറപ്പെടും. ഗുരുവായൂരിലെ അദ്ദേഹത്തിന്റെ ദർശനം പൂർത്തിയായ ശേഷമാണ് അദ്ദേഹം വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയത്. വീണ്ടും CV അനുമോദ് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, പ്രധാനമായും പ്രധാനമന്ത്രിയുടെ ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ സാധിക്കുക ഇനിയാണ്. അദ്ദേഹം വഴിപാട് നടത്തിയിരുന്നോ മുതലായ വിവരങ്ങളിലേക്ക് ഏത് രീതിയിലുള്ള ഫീഡ്ബാക്കുകളാണ് ഉള്ളത് അകത്തുനിന്ന്? അപർണ, നമ്മളിപ്പോൾ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിനൊപ്പം ദർശനത്തിനുണ്ടായിരുന്ന ദേവസ്വം അധികൃതർ അവിടെയാണ് ഉള്ളത്. അവരെ നേരിൽ കാണാനാണ് ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ നിയന്ത്രണങ്ങൾ നീക്കിയപ്പോൾ വിവാഹത്തിൽ പങ്കെടുക്കാനും ദർശനത്തിനുമായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഏതാണ്ട് ഒരു 5 മിനിറ്റ് കൂടി സമയം ആവശ്യമാണ്. നമ്മൾ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് അനുമോദിലേക്ക് വരാം. അനുമോദ്, ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ 7 മണിക്ക് ശേഷമാണ് അദ്ദേഹം ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ എത്തിയത്. അവിടെ നിന്ന് അദ്ദേഹം റോഡ് മാർഗം ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തി. 10-15 മിനിറ്റ് അദ്ദേഹം വിശ്രമിച്ച ശേഷമാണ് അദ്ദേഹം ഗുരുവായൂർ ദർശനത്തിനായി പുറപ്പെട്ടത്. ആ സമയത്ത് തൊട്ട് ഹെലിപ്പാഡിൽ രാവിലെ തൊട്ടുവരെ വെളിച്ചം വരുന്നതിന് മുൻപ് തന്നെ BJP പ്രവർത്തകരുടെ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടവും BJP നേതാക്കളും ചേർന്നാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയപ്പോൾ കനത്ത സുരക്ഷ തന്നെ ഗുരുവായൂർ ക്ഷേത്ര പരിസരവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഹനത്തിലൂടെ ഗുരുവായൂർ ഗസ്റ്റ് ഹൗസിൽ എത്തി. ഗസ്റ്റ് ഹൗസിൽ ഒരല്പസമയം വിശ്രമിച്ചതിനു ശേഷം അദ്ദേഹം ഗുരുവായൂർ ദർശനത്തിനായി പുറപ്പെട്ടു. ദർശനത്തിനായി അദ്ദേഹം പ്രദക്ഷിണം വെച്ച ദർശനത്തിലേക്ക് അകത്തേക്ക് കടക്കുന്ന ദൃശ്യങ്ങളടക്കം ന്യൂസ് 18 പുറത്ത് വിട്ടതാണ്. അതിനുശേഷം ഏകദേശം 1 മണിക്കൂറോളം അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ചിലവിട്ട ശേഷമാണ് തിരികെ പോയിരിക്കുന്നത്. ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹം വീണ്ടും ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷമാണ് അദ്ദേഹം വസ്ത്രം മാറി വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി വിവാഹ മണ്ഡപത്തിന് അരികിലേക്ക് എത്തിയത്. 5 മിനിറ്റോളം ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അദ്ദേഹം വിവാഹ മണ്ഡപത്തിൽ എത്തിയ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണുമ്പോൾ ഒരുപക്ഷെ സാംസ്കാരിക കേരളം, രാഷ്ട്രീയ കേരളവും ഒരേ സമയം ചർച്ച ചെയ്ത ഒരു വിവാഹ ചടങ്ങ് കൂടിയായി മാറുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി BJPയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അനൌദ്യോഗിക പ്രചാരണത്തിന് തുടക്കമായിട്ട് ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഈ 2 ദിവസത്തെ സന്ദർശനത്തെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ 2 ദിവസത്തെ സന്ദർശനത്തെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം തിരികെ ഗുരുവായൂരിൽ നിന്ന് ഗുരുവായൂർ ദർശനം പൂർത്തിയാക്കി വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം പ്രധാനമന്ത്രി തിരികെ പോകുന്ന ദൃശ്യങ്ങൾ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം തൃപ്പയാർ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താനായി പോകുന്ന ഏതായാലും തൃപ്പയാർ ക്ഷേത്ര ദർശനത്തിനായി ഹെലിപ്പാഡിലേക്ക് അദ്ദേഹത്തിന്റെ വാഹനം പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്.